ഹായ് ഗൈസ്, നമ്മുടെ രാജ്യം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ വലിയൊരു ടെററിസ്റ്റ് അറ്റാക്കുകളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വട്ടം ഈ ടെററിസ്റ്റുകളും അതുപോലെ തന്നെ പാകിസ്ഥാനി ജിഹാദികളെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേനെയാണ്. അതിന് ഇവർ തെരഞ്ഞെടുക്കുന്ന വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ചെറിയ ജനറേഷനിലുള്ള കൊച്ചുകുട്ടികളെയും അതുപോലെ തന്നെ അഡൽട്സ് എന്ന് പറയുന്ന അവരെയും അതുപോലെ തന്നെ യങ് ജനറേഷനിലുള്ള ആൾക്കാരെല്ലാം ടാർഗറ്റ് ചെയ്ത് മതഭ്രാന്തി തലയെ പിടിപ്പിച്ചും അതുപോലെ തന്നെ മറ്റു വാഗ്ദാനങ്ങളെല്ലാം കൊടുത്ത് ഇവർ ഈ റെയിൽവേ ട്രാക്കുകൾ ഭാരമായ സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഈ ട്രെയിൻ ഡീറെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ആക്സിഡന്റ് വരുത്താനോ ആണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് അശ്വിൻ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത ഒരു ടോപ്പിക് കൂടുതൽ ആൾക്കാർക്ക് എത്തിച്ചേരാനും പറ്റും. ഇപ്പൊ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇന്ത്യൻ റെയിൽവേ എന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഈ ലോകത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ലാർജസ്റ്റ് റെയിൽവേ കൂടിയാണ് അതായത് ഇന്ത്യൻ റെയിൽവേ. ഒരു ദിവസം ഏകദേശം 24 മില്യൺ ആൾക്കാരാണ് ആവറേജ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഒരു ദിവസം ഏകദേശം 2.5 കോടിയോളം ആൾക്കാർ ഈ ട്രെയിൻ മാർഗത്തിലൂടെ യാത്ര ചെയ്യുന്നു. എന്നാൽ ഒരു മാസം ആകുമ്പോൾ തന്നെ ഏകദേശം 400 മില്യൺ അതായത് 40 കോടിയോളം ആൾക്കാരാണ് ഈ ആവറേജ് ദിവസങ്ങളിൽ ട്രാവൽ ചെയ്യുന്നത്. എന്നാൽ സമ്മർ സീസൺ വരുമ്പോഴോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ എല്ലാം വരുമ്പോൾ ഇതിലും ഡബിൾ ആവാറുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം വലിയൊരു സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ. അത് മാത്രമല്ല ഈ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഇതിൽ പണക്കാരില്ല, പാവപ്പെട്ടവരില്ല, അതുപോലെ തന്നെ സെലിബ്രിറ്റീസ്, പൊളിറ്റീഷ്യൻസ് അങ്ങനെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മാർഗം കൂടിയാണ് ട്രെയിൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ മാർഗം കൂടുതലും സേഫ് ആണ്, അതുപോലെ തന്നെ ഇത് കൂടുതലും ചീപ്പറാണ്. അതായത് എയർലൈൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ്സ് എല്ലാം ഉള്ളത്. ഇതുകൊണ്ടാണ് ആൾക്കാരെല്ലാം തന്നെ ഇന്ത്യൻ റെയിൽവേയിൽ ഇത്ര അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റെയിൽവേ ട്രാക്കുകളും അതുപോലെ തന്നെ ട്രെയിനുകളുമാണ് ഇപ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്ത് ഈ റെയിൽവേ ട്രാക്കുകളും അതുപോലെ തന്നെ ട്രെയിനിലെല്ലാം തന്നെ എങ്ങനെയും ആക്സിഡന്റ് വരുത്തി ഇന്ത്യക്ക് ഒരു വലിയ ചീത്തപ്പേരുണ്ടാക്കണം, അല്ലെങ്കിൽ ഭരണവർഷത്തിന് വലിയൊരു ചീത്തപ്പേരുണ്ടാക്കണം എന്നിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് ഇവരെ ആക്സിഡന്റ് വരുത്താൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓഗസ്റ്റ് 2024 അതായത് കഴിഞ്ഞ മാസം തന്നെ ഏകദേശം 15 ട്രെയിനിനെ ഇവരിങ്ങനെ ആക്സിഡന്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ 10 അറ്റംപ്റ്റ് എങ്ങനെയായിരുന്നു ഇവർ ചെയ്തത് എന്ന് വെച്ചാൽ അതായത് ഈ സിഗ്നലുകൾ ജാം ചെയ്യുക, അതായത് ഒരു ട്രാക്കിൽ കൂടെ 2 ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ സിഗ്നലുകൾ അവർ ടാമ്പർ ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ലോക്കോ പൈലറ്റിനും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവുകയും ഇതുകൊണ്ട് ഒരു ട്രെയിൻ ആക്സിഡന്റ് സംഭവിക്കാനാണ് ഇവർ കൂടുതലും ശ്രമിക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞ വട്ടം സംഭവിച്ചപ്പോഴാണ് ഒറീസയിൽ ഏകദേശം 238 ആൾക്കാരോളം മരണപ്പെട്ടത്. അപ്പോൾ അതേ രീതിയാണ് ഇവർ കൂടുതലും ട്രൈ ചെയ്യുന്നത്. അതായത് 15 തവണ ഇവരെ അറ്റാക്കുകൾ നടത്തിയാൽ 10 തവണയും ഇവർ ഈ ഒരു മാർഗമാണ് ഇവർ കൂടുതലും ട്രൈ ചെയ്തത്. അതിലും 5 അറ്റംപ്റ്റുകൾ എങ്ങനെയായിരുന്നു വെച്ചാൽ അതായത് വലിയ ഭാരമായ കല്ലുകളും അതുപോലെ തന്നെ പാറ കഷ്ണങ്ങളെല്ലാം തന്നെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്ന് ട്രെയിൻ വരുമ്പോൾ തന്നെ അതിന്റെ നടുക്ക് വെക്കുമ്പോൾ അതായത് ഈ ട്രെയിൻ ഡീറെയിൽ ആവാനോ അല്ലെങ്കിൽ ആക്സിഡന്റ് ആവാനോ സാധ്യതകളുണ്ട്. അപ്പോൾ 15 തവണ അറ്റംപ്റ്റ് ചെയ്താൽ അതിൽ 5 അറ്റംപ്റ്റ് വരെ അവർ സക്സസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ ട്രെയിൻ ഡീറെയിൽ ആകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ സംഭവിച്ചു. 5 വട്ടം അവർ സക്സസ് ആയിരുന്നു. അത് മാത്രമല്ല മറ്റൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ അതായത് ഈ ഗുഡ്സ് ട്രെയിൻ എല്ലാം വരുമ്പോഴാണ് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഈ പാസഞ്ചർ ട്രെയിൻ ഒക്കെ വരികയാണെങ്കിൽ ആയിരക്കണക്കിനാണ് ആൾക്കാർ മരണപ്പെടുക. അപ്പോൾ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. എന്നാൽ സെപ്റ്റംബറിലോട്ട് നമ്മൾ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇത് കൂടുകയാണ്. അതായത് സെപ്റ്റംബർ കംപ്ലീറ്റ് ആയിട്ടും തീർന്നില്ല, അതിനു മുമ്പ് തന്നെ 20ഓളം അറ്റംപ്റ്റുകൾ നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം വലിയൊരു സീരിയസ് ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 3 മാസത്തെ കണക്കെടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 45 വട്ടത്തോളം ഇവര് അറ്റാക്കുകൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ ഏകദേശം 10-15 വട്ടത്തോളം ഇവര് അറ്റംപ്റ്റ് സക്സസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ന്യൂസ് എല്ലാം വായിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചാലും അതായത് മിക്ക ദിവസവും ഒരു ട്രെയിനിന് ആക്സിഡന്റ് ആയതോ അങ്ങനെ എന്തെങ്കിലും ന്യൂസുകളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. ഇതെല്ലാം തന്നെ ഇതിന്റെ പിന്നിലുള്ള ചതി തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മാത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് വലിയ ട്രെയിനുകളായ ഫറൂഖാബാദ് എക്സ്പ്രസ്, സബർമതി എക്സ്പ്രസ്, ജഗൽപൂർ എക്സ്പ്രസ്, അതുപോലെ തന്നെ വന്ദേ ഭാരത് 2 തവണ അതായത് കഴിഞ്ഞ മാസം 23-നും 24-നും അവർ അറ്റാക്കുകൾ നടത്താൻ ശ്രമിച്ചു. അതുപോലെ തന്നെ അഹമ്മദാബാദ് എക്സ്പ്രസ് ഇങ്ങനെയുള്ള വലിയ വലിയ ട്രെയിനുകളും ഇവർ ടാർഗറ്റ് ചെയ്താണ് ഇപ്പോൾ അറ്റാക്കുകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഇപ്പോൾ റീസെന്റ് ആയി സംഭവിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഉത്തർപ്രദേശിൽ പ്രയാഗ്രാജ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരുന്ന കാലാണ്ടി എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രസ് 30071 എന്ന് പറയുന്ന ആ ഒരു നമ്പറുള്ള ആ ഒരു എക്സ്പ്രസ് കാൺപൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു റെയിൽവേ ട്രാക്കിൽ വലിയൊരു സിലിണ്ടർ കണ്ടെത്തിയത്. അപ്പോൾ ഈ സിലിണ്ടർ കണ്ടതും പെട്ടെന്ന് തന്നെ ലോക്കോ പൈലറ്റ് രാത്രി സമയത്തും ബ്രേക്ക് അപ്ലൈ ചെയ്തെങ്കിലും അത് ബ്രേക്ക് കൃത്യമായിട്ട് അപ്ലൈ ആവാത്തതുകൊണ്ട് തന്നെ അതായത് ഇപ്പോൾ ട്രെയിനിലൊന്നും തന്നെ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ അത് അവിടെ തന്നെ നിന്നോണമെന്നില്ല. അതുകൊണ്ട് എങ്കിലും ബ്രേക്ക് പിടിച്ചുകൊണ്ട് തന്നെ വലിയൊരു ആക്സിഡന്റ് നിന്ന് ആ ട്രെയിൻ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രെയിൻ ആക്സിഡന്റ് ആവണമെങ്കിൽ മിനിമം 1500 പേരാണ് ആ ഒരു ട്രെയിനിൽ ഉണ്ടായിരുന്നതായിട്ട് കണക്കിലാക്കുന്നത്. അത്രയും പേരും മരണപ്പെടാനും സാധ്യതകളുണ്ട്.
അപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ ആക്സിഡന്റ് ആക്കണം എന്ന് കരുതിയിട്ട് അവർ ഒറ്റ അറ്റംപ്റ്റ് അല്ല നടത്തിയത്. അതായത് ഒരു സമയത്ത് റെയിൽവേ ട്രാക്കിന്റെ നടുക്ക് വലിയ ഗ്യാസ് ഊറ്റി കൊണ്ടുവെക്കുന്നു. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റ് ആ ട്രെയിൻ ഡീറെയിൽ ആവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ഒരു വശത്ത് അതായത് ഒരു കുപ്പിയിൽ നിറച്ചും പെട്രോൾ വെച്ചിരിക്കുക. അപ്പോൾ എന്താ, അതായത് ഈ ഗ്യാസും തട്ടി അതും വരുമ്പോൾ തന്നെ ട്രെയിൻ ഡീറെയിൽ ആവുകയാണെങ്കിൽ അവിടെ കത്തിപ്പിടിക്കാനും സാധ്യതകളുണ്ട്. എന്നാൽ മറുവശത്ത് എന്താ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എക്സ്പ്ലോസീവ് ആയ കാര്യങ്ങൾ, അതായത് ബോംബ് പോലത്തുള്ള കാര്യങ്ങളുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവിടെയുള്ള റെയിൽവേ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് 3 തരത്തിലുള്ള അറ്റാക്കുകളാണ്. എങ്ങനെയും ഈ ട്രെയിൻ ഡീറെയിൽ ആകുകയും വേണം, അതുപോലെ തന്നെ ആ ട്രെയിൻ മൊത്തം കത്തിത്തീരുകയും വേണം. ഇതിലൂടെ രാജ്യത്തിനും അതുപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടിക്കും വലിയൊരു നാണക്കേട് ഉണ്ടാക്കണം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഈ ട്രെയിൻ ആക്സിഡന്റ് വരുത്താൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ അതായത് പാകിസ്ഥാനും ISIS ആണെന്നുള്ളതിന് കൃത്യമായ എവിഡൻസ് ഉണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഫറൂഖുള്ള ഗോരി എന്ന് പറയുന്ന ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ടെലിഗ്രാം ചാനൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ 3 പോയിന്റുകളാണ്. അതായത് ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ അതായത് അറ്റാക്കുകൾ ഇന്ത്യയിലെ മുസ്ലിം യങ് ജനറേഷനുള്ള ആൾക്കാരെല്ലാം തന്നെ ഫോളോ ചെയ്യണം. ഇതിന് അദ്ദേഹം പറഞ്ഞു കൊടുത്ത വഴി എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇന്ത്യൻ റോഡ് വേസ് അതായത് റോഡെല്ലാം തന്നെ തകർക്കണം. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ അതായത് ലോജിസ്റ്റിക് മാർഗം കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടാക്കണം. അതിൽ പ്രധാനമായിട്ടുമുള്ളതാണ് ഈ റെയിൽവേ. അതായത് റെയിൽവേനെ ഡീറെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അതായത് റെയിൽവേ ട്രാക്കുകൾ തകർക്കാനോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം തന്നെയാണ് അതായത് ബാംഗ്ലൂർ രാമേശ്വരം കഫേ എന്ന് പറയുന്ന ആ ഒരു ബോംബ് ബ്ലാസ്റ്റിന്റെ പിന്നിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം വീഡിയോ പബ്ലിഷ് ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെയുള്ള പലരും അതായത് പാകിസ്ഥാനാണ് വലുത് എന്ന് പറയുന്നവര് പലരും ഇത് ഫോളോ ചെയ്യുന്നവരുമുണ്ട്. അതിന് ബെസ്റ്റ് ഉദാഹരണം തന്നെയാണ് ഈ ഒരു ആക്സിഡന്റ് തന്നെയാണ്. ഇത് തന്നെയാണ് സബർമതി എക്സ്പ്രസിലും സംഭവിച്ചത്, അതുപോലെ തന്നെ കഞ്ചൻതുക എക്സ്പ്രസ്, ഇങ്ങനെയുള്ള പല എക്സ്പ്രസുകളും സംഭവിച്ചത്. അപ്പോൾ ഈ സിലിണ്ടർ വെക്കുന്ന എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ വട്ടമല്ല. കഴിഞ്ഞ 3 മാസം തന്നെ 3 വട്ടം സിലിണ്ടർ വെച്ച് തന്നെ ഈ ട്രെയിൻ ഡീറെയിൽ ചെയ്യാനുള്ള ശ്രമം നടത്തി. ഒന്ന് ഗുൽസർ എന്ന് പറയുന്ന ഇവൻ എന്താണെന്ന് വെച്ചാൽ അതായത് യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി റെയിൽവേ ട്രാക്കുകൾ അതായത് കോഴീനെ കൊണ്ടുപോയി കൊന്നിടുക, അതുപോലെ തന്നെ വലിയ വലിയ കല്ലുകളും പാറക്കല്ലുകളും കൊണ്ടുപോയി അവിടെ നിക്ഷേപിക്കുക, അതുപോലെ തന്നെ ഈ റെയിൽവേ ട്രാക്കിൽ സൈക്കിളുകൾ പ്ലേസ് ചെയ്യുക, അതിന്റെ മേലെ കൂടെ ട്രെയിൻ പോകുമ്പോൾ ആ വീഡിയോ എല്ലാം തന്നെ ഇങ്ങനെ സാഹസ്യമായി എടുക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പോൾ ഇദ്ദേഹം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ റിമാൻഡ് ആക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഒരു വട്ടം ഇദ്ദേഹം ട്രൈ ചെയ്തു. അതുപോലെ തന്നെ മറ്റു പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് 70 കിലോ ഉള്ള സിമെന്റ് ബ്ലോക്കുകൾ അതായത് വലിയ വലിയ സിമെന്റ് കഷ്ണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതായത് ഈ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടുകയാണ്. അപ്പോൾ ട്രെയിൻ വരുമ്പോൾ എന്തായാലും ട്രെയിനിൽ സിമെന്റിൽ നിന്ന് തന്നെ അത്ര ഇടിച്ചു തെറിപ്പിച്ച് പോകാൻ സാധ്യമായ കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ ട്രെയിൻ അവിടെ ആക്സിഡന്റ് ആവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന അതായത് ഈ UP നടന്ന ഈ ഒരു ട്രെയിൻ ആക്സിഡന്റ് പിന്നിൽ ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന ഇദ്ദേഹമാണെന്നാണ് പറഞ്ഞിട്ട് ഇപ്പോൾ UP പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം അതുപോലെ തന്നെ ടെററിസ്റ്റുമായിട്ടുള്ള ലിങ്കുകൾ ഇപ്പോൾ പോലീസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പുറത്തു വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ടെററിസ്റ്റ് അറ്റാക്കുകളാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങളൊന്നും തയ്യാറല്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ തന്നെ അതായത് ട്രെയിൻ ആക്സിഡന്റ് ആകുന്നോളം വരെ അവർ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ ട്രോൾ ചെയ്യാനെല്ലാം തന്നെ പല പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ ട്വിറ്ററിലെല്ലാം തന്നെ മുന്നോട്ട് വരാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അവരൊന്നും ചർച്ചയല്ല. എന്നാൽ ട്രെയിൻ ആക്സിഡന്റ് ആയി കഴിയുമ്പോൾ അതായത് അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന മിനിസ്റ്റർ പോരാ, മിനിസ്റ്ററിനെ അതായത് റിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രെൻഡിങ് ആക്കാനൊക്കെ അവർക്ക് പറ്റും. അല്ലാണ്ട് ഈ കാര്യം അതായത് വരുന്നതിന്റെ മുമ്പ് അഡ്രസ് ചെയ്യാൻ വേണ്ടി ആരും തയ്യാറല്ല. ഇത് ഒറ്റയടിക്ക് അതായത് ഒരു ഗവൺമെന്റിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. ഗവൺമെന്റ് ഇപ്പോൾ പുതിയതായി സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത് അതായത് എല്ലാ റെയിൽവേ ട്രാക്കുകളും CCTV ഫിറ്റ് ചെയ്യുക. അതുകൊണ്ട് അതായത് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെഷേഴ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റെയിൽവേ പോലീസും അതുപോലെ തന്നെ ഗവൺമെന്റും കൂടെ ചേർന്നിട്ട് അതായത് സ്പെഷ്യൽ ഫോറൻസിക് എവിഡൻസുകൾ എടുക്കാനും അതുപോലെ തന്നെ കൂടുതലും IB എല്ലാം വെച്ചിട്ടാണ് ഈ കേസുകളെല്ലാം അന്വേഷിപ്പിക്കുന്നത്. അത് മാത്രമല്ല UAPA എന്ന് പറയുന്ന ആ ഒരു ലോ പ്രകാരം ഇവർക്ക് നിയമമെല്ലാം എടുക്കുന്നുണ്ട്. പക്ഷെ പുറം രാജ്യത്തെല്ലാം തന്നെ മറ്റൊരു നിയമമുണ്ട്. അതെന്താണെന്ന് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ലോ എന്ന് പറയും. അതായത് ജനങ്ങളുടെയോ അല്ലെങ്കിൽ പൊതു സ്വത്തുക്കളെല്ലാം തന്നെ എന്തെങ്കിലും നശിപ്പിക്കുകയാണെങ്കിൽ ഈ നിയമത്തിന്റെ ഉള്ളിൽ വരികയും അവർക്ക് ജീവിതകാലം മൊത്തം അതായത് ജയിലിൻ്റെ ഉള്ളിൽ കഴിയുന്ന പോലത്തെ. അപ്പോൾ അങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് BJP സർക്കാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രെയിൻ ആക്സിഡന്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവിടെയുള്ള ആൾക്കാരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ ഒരു കാര്യം ആലോചിക്കണം. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നിങ്ങളെ ഇങ്ങനെ മതത്തിന്റെ പേരെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങളെ പിരികേറ്റി വിടുന്നതാണ്. അല്ലാണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എടുത്തു നോക്ക്. അതായത് ഇന്നും മലേഷ്യയിൽ ഏകദേശം 9 ബെഗേഴ്സിനെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അത് പാകിസ്ഥാനിൽ ചെന്ന ആൾക്കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് സൗദി അറേബ്യയിലും സംഭവിക്കുന്നത്. പാകിസ്ഥാനിന് പിച്ചക്കാരായിട്ട് അവിടെ പോയി പിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള രാജ്യമാണ് ഇന്ത്യനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പൊതുവെ ആരും ചർച്ച ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് ചർച്ച ചെയ്തത്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് തെറ്റായി എന്ന് തോന്നുന്നുണ്ടെങ്കിലോ ഏതെങ്കിലും രീതിയിൽ ഈ വീഡിയോ മിസ്റ്റേക്ക് ആയി തോന്നുന്നെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതെല്ലാം റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. സീ യു നെക്സ്റ്റ് വീഡിയോ.